നമസ്കാരം. ഞാൻ വേണുഗോപാൽ, പള്ളിപ്പാട് ഗവൺമെൻറ് IT എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം മുതൽ പുതിയ കരിക്കുലമാണ്. അപ്പോൾ ആ കരിക്കുലം പ്രകാരമുള്ള പുതിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നതല്ല. അതായത് ഏതൊരു ജോലി ചെയ്യാനുമുള്ള സ്കിൽസ് അക്വയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പഠനമാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ഇൻ ദ മോഡേൺ വേൾഡ് എ പേഴ്സൺ നീഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് ടു ഡു എ ജോബ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഈ ആധുനിക ലോകത്ത് ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്കിൽസ് വേണം. ബിക്കോസ് ദ വേൾഡ് ഈസ് ഡൈനമിക്. വേൾഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പോഴും ചാൻസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു പഠനമാണ് എംപ്ലോയബിലിറ്റി സ്കിൽസിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മളോട് പഠിക്കാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബിഹേവിയറൽ സ്കിൽസ്, ദെൻ ഇംഗ്ലീഷ് ലിറ്ററസി, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് IT ലിറ്ററസി. ഈ 4 കാര്യങ്ങളും നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ഇൻ അഡീഷൻ ടു ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ദിസ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബിഹേവിയറൽ സ്കിൽസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററസി, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് IT ലിറ്ററസി, ദീസ് ആർ വെരി മച്ച് എസെൻഷ്യൽ. ഇതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ബിഹേവിയറൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ സ്കിൽസ് ആർ റിക്വയർഡ് ടു ഗെയിൻ കോൺഫിഡൻസ് ടു ലേൺ. അപ്പോൾ പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കണമല്ലോ, അതിലൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നത്. ടു ഗെയിൻ കോൺഫിഡൻസ് ടു ലേൺ, ബിക്കോസ് സക്സസ് ബിലോങ്സ് ടു ദോസ് ഹു ഹാവ് ദി കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റി ടു ലേൺ ന്യൂ സ്കിൽസ്. പുതിയ സ്കിൽസ് പഠിക്കാനുള്ള ആത്മവിശ്വാസവും അതിനുള്ള കഴിവുള്ളവർക്കാണ് ഇപ്പം വിജയം ഉണ്ടാവും. അപ്പോൾ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സ്കിൽസ് പഠിക്കണം. അപ്പോൾ അതിനുള്ള ആ സ്കിൽസ് പഠിക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവിയറൽ സ്കിൽസിനെ കുറിച്ച് പഠിക്കുന്നത്. ദെൻ കംസ് ദി ഇംഗ്ലീഷ് ലിറ്ററസി. ദാറ്റ് ഈസ് ദി മാസ്റ്റർ ദി ലാംഗ്വേജ് ഓഫ് ദി വേൾഡ്. ഇംഗ്ലീഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് എവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ഇംഗ്ലീഷിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കുറച്ച് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററസി പഠിക്കുന്നത്. Then we have to study this communication skill. That is to express yourself efficiently. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൂടെ ഉദ്ദേശിച്ചത്. ഏത് കാര്യവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ടു ജോയിൻ ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ വേൾഡ് ജോയിൻ ചെയ്യാൻ, ദാറ്റ് ഈസ് IT ലിറ്ററസി. അതിന് വേണ്ടിയിട്ടാണ്. IT ലിറ്ററസി ഇല്ലാതെ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാ കാര്യവും ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ വേൾഡാണ് നമ്മളത് ഇപ്പോൾ. അപ്പോൾ ആ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ IT ലിറ്ററസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററസി വേണം, IT ലിറ്ററസി വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, അതുപോലെ തന്നെ ബിഹേവിയറൽ സ്കിൽസ് വേണം. ഈ 4 സ്കിൽസും പ്രധാനമായിട്ടും നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടി, നമ്മളെ പര്യാപ്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഈ ബിഹേവിയറൽ സ്കിൽസിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പരീക്ഷയ്ക്ക് അതിന് പ്രധാനമായിട്ടും മാർക്ക് ഒന്നും ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ചോദിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസിനകത്ത് നമ്മൾ ബിഹേവിയറൽ സ്കിൽസിൽ നിന്നും മാർക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അറിയാനൊക്കത്തില്ല, ചോദ്യകർത്താവിന് എന്തെങ്കിലും ചോദ്യം ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടെന്നിരിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചോണം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററസിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് 10 മാർക്ക്, 50 മാർക്കിലാണ്. ടോട്ടൽ 50 മാർക്സ് ആണ്. 50 മാർക്കിൻ്റെ ചോദ്യമാണ് ആകെ ഉള്ളത്. അതിൽ 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററസിയിൽ നിന്നാണ് ചോദിക്കുന്നത്. പിന്നെ 8 മാർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നിന്നും, 8 മാർക്ക് IT ലിറ്ററസിയിൽ നിന്നും, പിന്നെ ഒരു 6 മാർക്ക് ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നും, പിന്നെ 3-2 മാർക്ക് ഇതൊക്കെ നമുക്ക് ഉണ്ട്. അതായത് നമുക്ക് ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻസിനെ കുറിച്ച് പഠിക്കണം, ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിനെ കുറിച്ച് പഠിക്കണം, അതുപോലെ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്, അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് 4 പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ബിഹേവിയറൽ സ്കിൽസ്, ദെൻ ഇംഗ്ലീഷ് ലിറ്ററസി, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് IT ലിറ്ററസി. അപ്പോൾ നമ്മൾ ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നത് ടു ഗെയിൻ കോൺഫിഡൻസ് ടു ലേൺ ന്യൂ സ്കിൽസ്. പുതിയ സ്കിൽസ് പഠിക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലർക്കും മടി കാണും, അത് പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി.
അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആളിന് മാത്രമേ എപ്പോഴും വിജയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി, നമ്മളെ പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ബിഹേവിയറൽ സ്കിൽസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, ഹൗ ടു ഗ്രീറ്റ് പീപ്പിൾ, ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽസ്, നമ്മളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇക്കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ IT ലിറ്ററസി, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും ഇതിനകത്ത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഞാൻ തരുന്നത്. എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആരംഭിക്കാം. എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇയർ 1, ഇത് ഫസ്റ്റ് ഇയറിലേക്കുള്ളതാണ്. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി ന്യൂ കരിക്കുലം, പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഓൾ സ്കിൽസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് എ ട്രെയിനി സക്സീഡ് ഇൻ എനി ജോബ് ക്യാൻ ബി കോൾഡ് ആസ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഒരു ട്രെയിനിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏത് ജോലിയും ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ സ്കിൽസ് നൽകുക എന്നുള്ളതാണ് എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ ലക്ഷ്യം. അതിനകത്ത് ബിഹേവിയർ സ്കിൽസ് ഉണ്ട്, ഇംഗ്ലീഷ് ലിറ്ററസി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, IT ലിറ്ററസി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്, മറ്റു കുറേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് കുറച്ച് നമ്മൾ ഈ ബിഹേവിയറൽ സ്കിൽസിലെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഒരു ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് COVID-19. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ COVID-19 സേഫ്റ്റി മെഷർ? COVID-19 സേഫ്റ്റി മെഷർ ഏതാണ്? താഴെ പറയുന്നവയിൽ COVID-19 സേഫ്റ്റി മെഷറാണ്. COVID-19 നമുക്കറിയാം, അതായത് കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് അതാണ് വൈറസ്. ആ വൈറസിൻ്റെ ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ COVID-19 എന്ന് പറയുന്നത്. കോവിഡ് എന്ന് പറയുന്നത് തന്നെ CO എന്ന് പറഞ്ഞാൽ കൊറോണ എന്നാണ്, VI എന്ന് പറഞ്ഞാൽ വൈറസ്, കൊറോണ വൈറസ്, ഡിസീസ്, ഡിസീസ്. 19 പറയാൻ കാരണം ഇത് 2019 ഇതുണ്ടാകുന്ന ഈ അസുഖം. അതുകൊണ്ടാണ് നമ്മളിതിനെ COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ COVID-19 അണുബാധ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ എന്തെല്ലാമാണ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത് ഓപ്ഷൻ തന്നിരിക്കുന്നത് വാഷ് യുവർ ഹാൻഡ്സ് റെഗുലർലി. നമ്മുടെ കൈ റെഗുലറായിട്ട് വാഷ് ചെയ്യുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 meters, 2 മീറ്റർ സാമൂഹ്യ അകലം പാലിക്കുക. 2 വ്യക്തികൾ തമ്മിലുള്ള അകലം 2 മീറ്ററെങ്കിലും ആയിരിക്കണം. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മൂന്നാമത് കഫ് ഓർ സ്നീസ് ഇൻ ടു ദ എൽബോ ഓർ ഇൻ എ ടിഷ്യൂ. നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടവൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ മുട്ടിലേക്ക് നമ്മൾ തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുക. കാര്യം നമ്മുടെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് ധാരാളം അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് പോകും. ഈ ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ഇത് 3-ൽ ഏതെങ്കിലും ആണോ അതോ ഓൾ ദീസ് ഇവയെല്ലാം ആണോ? അപ്പോൾ നമുക്കറിയാം ഇത് കൂടാതെ നമ്മൾ മാസ്ക് ധരിക്കണമെന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് 3 അതിലേതെങ്കിലും ഒന്നാണോ അതെങ്കിൽ ഇതെല്ലാം കൂടി ചേരുന്നതാണ്. അപ്പം നമുക്ക് ഈ തന്നതനുസരിച്ച് നമുക്കറിയാം കൈ കഴുകണം എന്നുള്ള വിവരം അറിയാം, സാമൂഹിക അകലം പാലിക്കണം എന്നുള്ളത് അറിയാം, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ആണ്. ഓൾ ദീസ് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ COVID-19 സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത്. ഓൾ ദീസ് അതാണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോർ ഇഫക്റ്റീവ് ഇൻ ലേണിംഗ്? ഇത് നമ്മുടെ ബിഹേവിയറൽ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോർ ഇഫക്റ്റീവ് ഇൻ ലേണിങ്ങിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പഠനത്തിൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ഇത്. നമ്മൾ പുതിയ കാര്യങ്ങൾ സ്കിൽസ് അക്വയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മോർ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ലേൺ ചെയ്യാം? അതായത് അതിനകത്ത് ഓപ്ഷൻ എ പറയുന്ന വെൻ ലേൺ എലോൺ, നമ്മൾ തനിയെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇഫക്റ്റീവാണ്.
വെൻ ടീച്ചർ ടീച്ചേഴ്സ്, അധ്യാപകർ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. വെൻ ഫ്രണ്ട്സ് എക്സ്പ്ലെയിൻ, സുഹൃത്തുക്കൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. ഓൾ ദീസ്, ഇവയെല്ലാം ശരിയാണോ? അപ്പോൾ തനിയെ പഠിക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പറ്റുന്നത്, ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണോ, അതോ ഫ്രണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണോ? നമ്മളെ ഈ ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നുണ്ട്. ഒരാൾ തനിയെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും ഇഫക്റ്റീവ് ആകില്ല. അതിൻ്റെ ഒരു ഡയഗ്രം സഹിതം നമ്മുടെ ആ സ്റ്റുഡൻറ്റ് വർക്ക് ബുക്കിലുണ്ട്. ഒരു കുട്ടിയുടെ തലയിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ തലയിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തലയ്ക്ക് മുകളിലൂടെയാണ് ഈ ലൈൻ പോകുന്നത്. ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ തനിയെ പഠിച്ചു കഴിഞ്ഞാൽ തല കുറച്ച് അകലെ കൂടെ പോകും. ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തലയോട് അടുത്ത് വരും. ഒരു ഫ്രണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തലയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ആ ലൈൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം വെൻ ഫ്രണ്ട്സ് എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് തനിയെ പഠിക്കുന്നതിനേക്കാളും അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാളും ഫ്രണ്ട്സ് തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് കൂടുതൽ ഇഫക്റ്റീവ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് എ പേഴ്സൺ? ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരാളുടെ ഗ്രോത്തിന് അത്യാവശ്യമുള്ള കാര്യം ഏതായി താഴെ പറയുന്നവയിൽ? അതായത് എ, ഐഡൻറ്റിഫൈങ് ദ സ്ട്രെങ്ത്, ടാലൻസ് ആൻഡ് സ്കിൽസ് ഇൻ സെൽഫ്. അവരവരിൽ തന്നെയുള്ള സ്ട്രെങ്ത്, കഴിവുകൾ എന്തെല്ലാമാണ്, ടാലൻസ് എന്തെല്ലാമാണ്, സ്കിൽസ് കണ്ടെത്തുക. അപ്പോൾ അവരവരിൽ തന്നെയുള്ള സ്ട്രെങ്തും ടാലൻറ്റും സ്കിൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഗ്രോത്തിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഐഡൻറ്റിഫൈങ് ദ സ്ട്രെങ്ത്, ടാലൻസ് ആൻഡ് സ്കിൽസ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരിലുള്ള സ്ട്രെങ്തും ടാലൻസും സ്കിൽസും കണ്ടെത്തുക. അതോ ഐഡൻറ്റിഫൈങ് ദ സ്ട്രെങ്ത്, ടാലൻസ് ആൻഡ് സ്കിൽസ് ഇൻ സെൽഫ് ആൻഡ് അതേഴ്സ്. അവരവരിൽ തന്നെയുള്ളതും മറ്റുള്ളവരുള്ളതുമായി കണ്ടെത്തുന്നതാണോ നല്ലത്? നൺ ഓഫ് ദീസ്, ഇവയൊന്നും അല്ലേ. ഇപ്പോൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരാളുടെ ഗ്രോത്തിന്, ഒരാളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരാളുടെ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നോ യുവർ സെൽഫ് എന്നാണ്. അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ ആദ്യം അറിയണം. എങ്കിലാണ് അതിൽ നിന്ന് വേണം നിങ്ങൾ വളരാൻ. നോ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ അറിയുക എന്ന് പറയാൻ നിങ്ങളിലുള്ള ടാലൻസ് കണ്ടെത്തുക, നിങ്ങളിലുള്ള സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിലുള്ള സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത് കഴിയുമ്പോൾ നമ്മൾ എസെൻഷ്യലായിട്ട് വേണ്ടതെന്ന് പറയാൻ നിങ്ങളിൽ ഉള്ള ടാലൻസും സ്ട്രെങ്തും സ്കിൽസും കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുള്ളതും നിങ്ങൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഗ്രോത്തിനെ കൂടുതൽ സഹായിക്കുന്നത്. അപ്പം നമ്മളിലുള്ളത് മാത്രം പോരാ, മറ്റുള്ളവരിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരെ അവരെ നമ്മൾ കണ്ടെത്തണം. അവരിൽ നിന്നുള്ള അതൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐഡൻറ്റിഫൈങ് ദ സ്ട്രെങ്ത്, ടാലൻസ് ആൻഡ് സ്കിൽസ് ഇൻ സെൽഫ് ആൻഡ് അതേഴ്സ്. തങ്ങളിലുള്ളതും മറ്റുള്ളവരുള്ളതുമായ സ്കിൽസും ടാലൻസും എല്ലാം നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഗ്രോത്തിന് എസെൻഷ്യലായിട്ടുള്ള ഘടകം. അവിടെ ഇപ്പോൾ ആൻസർ സി ആണ്. ഐഡൻറ്റിഫൈങ് ദ സ്ട്രെങ്ത്, ടാലൻസ് ആൻഡ് സ്കിൽസ് ഇൻ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, പൊളൈറ്റ് ബിഹേവിയർ ഇൻ സൊസൈറ്റി ഈസ് കാൾഡ്. സമൂഹത്തിൽ നമ്മൾ ആൾക്കാരോട് പെരുമാറി നമ്മൾ ബിഹേവിയറൽ സ്കിൽസ് പഠിക്കുന്നുണ്ട്. നമ്മൾ ബഹുമാനത്തോടുകൂടിയും മര്യാദയോടുകൂടിയും വിനയത്തോടുകൂടിയും ആയിരിക്കണം പെരുമാറ്റങ്ങൾ. അപ്പോൾ ആ പെരുമാറ്റത്തെ നമ്മൾ എന്ത് വിളിക്കും? പൊളൈറ്റ് ബിഹേവിയർ ഇൻ സൊസൈറ്റി ഈസ് കാൾഡ് ഗുഡ് ബിഹേവിയർ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ എറ്റിക്വിറ്റി ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ ഗുഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ, സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, സോഷ്യൽ എറ്റിക്വിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പൊളൈറ്റ് ബിഹേവിയർ ഇൻ സൊസൈറ്റി ഈസ് കാൾഡ് സോഷ്യൽ എറ്റിക്വിറ്റി. അതായത് സി ആണ് കറക്റ്റ് ആൻസർ. അതായത് പൊളൈറ്റ് ബിഹേവിയറിന് നമ്മൾ സോഷ്യൽ എറ്റിക്വിറ്റി എന്ന് പറയും. അതായത് സി, സാമൂഹ്യ മര്യാദ. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ വിത്ത് ഗുഡ് ബിഹേവിയർ, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ലീഡ്സ് ആസ് ആൻ എക്സാമ്പിൾ ക്യാൻ ബി കോൾഡ് ആസ്. എ പേഴ്സൺ വിത്ത് ഗുഡ് ബിഹേവിയർ, നല്ല ബിഹേവിയർ, പെരുമാറ്റ രീതിയുള്ള ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ നല്ല നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയുള്ള ആൾ, ആൻഡ് ലീഡ്സ് ആസ് എൻ എക്സാമ്പിൾ ക്യാൻ ബി കോൾഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു മാതൃകയാക്കാം. അപ്പോൾ നല്ല പെരുമാറ്റമാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളാണ്, അതുപോലെ തന്നെ മാതൃകയാക്കാൻ പറ്റിയ ആളാണ്. അത്തരം ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അപ്പം സമൂഹത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് സമൂഹത്തിൽ നല്ല അഭിപ്രായമാണ്, അതുപോലെ തന്നെ അവരെ മാതൃകയാക്കാൻ പറ്റിയ ആൾക്കാരാണ്. അത്തരം ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഓണസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുമോ, ജഡ്ജ് എന്ന് വിളിക്കുമോ, റോൾ മോഡൽ എന്ന് വിളിക്കുമോ, ഓൺട്രപ്രണർ എന്ന് വിളിക്കുമോ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് നമ്മൾ നേരത്തെ നമുക്കറിയാം, നമ്മൾ പഠിച്ച പാഠത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് പറ്റുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, റോൾ മോഡലാണ്. ഇത്തരം ആൾക്കാരെ നമ്മൾ റോൾ മോഡലാക്കും. റോൾ മോഡൽ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഗുഡ് ബിഹേവിയറും അച്ചീവ്മെൻറ്റ്സും
പിന്നെ അവരെ ലീഡ്സ് ആസ് ആൻ എക്സാമ്പിൾ, അവരെ ഒരു എക്സാമ്പിൾ ആക്കാനും കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ റോൾ മോഡൽ എന്ന് വിളിക്കും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ തുടങ്ങുകയാണ്. വിച്ച് ഈസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ്, തടസ്സം. വാട്ട് ഈസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാനും അല്ലെങ്കിൽ എഴുതാനും ഒക്കെയുള്ള ഒരു തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? അപ്പോൾ പല ആൾക്കാർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും എഴുതണമെന്നും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് പല സാഹചര്യങ്ങളിലും അത് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് പല കാരണങ്ങളാണുള്ളത്. അത് ഈ വയിൽ താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഷൈനസ് ആൻഡ് ഫിയർ, നാണവും ഭയവും. ഞാൻ പറയുന്നത് തെറ്റാണോ, തെറ്റിക്കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ട്. അതാണോ ശരി? ഷൈനസ് ആൻഡ് ഫിയർ, നാണവും ഭയവുമാണോ? അടുത്ത ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് വൊക്കാബുലറി, അതായത് വിശ്വാസക്കുറവ്. ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു വിശ്വാസമില്ലായ്മ. അതുപോലെ വൊക്കാബുലറി, പദസമ്പത്തിൻ്റെ കുറവ്. ഇത് തടയുന്നുണ്ടോ? അതായത് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് വരുമോ എന്നുള്ളതാണോ? അതോ ഓൾ ദീസ്, ഇവയെല്ലാമാണോ? യഥാർത്ഥത്തിൽ നമുക്ക് ഇതെല്ലാം ഉണ്ട്. അതായത് നാണവും ഭയവും ഉണ്ട്, വിശ്വാസമില്ലായ്മയുണ്ട്, പദസമ്പത്തിൻ്റെ കുറവുണ്ട്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് വരുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ബാരിയർ എന്ന് പറയുന്നത്, ഈ തടസ്സം. വിച്ച് ഈസ് ദ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാമാണ്. നാണമുണ്ട്, ഭയമുണ്ട്, ആത്മവിശ്വാസക്കുറവുണ്ട്, പദസമ്പത്തിൻ്റെ കുറവുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടാകും എന്നുള്ള സംശയമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു കാര്യത്തിലും മനുഷ്യൻ വിജയിക്കാത്തത്. അപ്പോൾ ഇതെല്ലാം ആദ്യം ഒഴിവാക്കണം. ഇതെല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബിഹേവിയറൽ സ്കിൽസിലാണ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരം ഓൾ ദീസ് ആണ്, ഇവയെല്ലാം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഓഫ് ദ സ്ട്രാറ്റജീസ് ലിസ്റ്റഡ് ബിലോ വിച്ച് വൺ ക്യാൻ ഹെൽപ്പ് യു സെറ്റിംഗ് എ ഗോൾ ടു ലേൺ ഇംഗ്ലീഷ്. നമ്മൾ ഈ താഴെ പറയുന്നവയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം ഗോൾ? അപ്പോൾ നമ്മൾ നേരത്തെ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം. അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരം കേൾക്കണം, വാർത്തകൾ കേൾക്കണം, ഇംഗ്ലീഷിലുള്ള വാർത്തകൾ കേൾക്കണം, മലയാളത്തിലുള്ള വാർത്തകൾ, പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുകയും അതുപോലെ പത്രങ്ങൾ വായിക്കുകയും നമ്മൾ തന്നെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കൂടുതൽ ഗുണമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ആദ്യം ഏത് കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് വേണം, ഒരു പ്ലാൻ ചെയ്യണം. ഒരാഴ്ച കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം, 2 ആഴ്ച കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നില്ല, 1 മാസം കൊണ്ട് എന്തെല്ലാം ചെയ്യണം, 1 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ പ്ലാനിങ് ഷോർട്ട് ടൈം ഫോർ എ വീക്ക്, ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കണോ. പ്ലാനിങ് ഷോർട്ട് ടൈം ഫോർ എ മന്ത്, 1 മാസം കൊണ്ട് ഉള്ള പ്ലാൻ തയ്യാറാക്കി 1 മാസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ എടുക്കണോ. അത് പ്ലാനിങ് ഷോർട്ട് ടൈം ഫോർ എ വീക്ക്, എ മന്ത് ആൻഡ് ഇയർ, 1 ആഴ്ചത്തേക്കും 1 മാസത്തേക്കും 1 വർഷത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കണോ. നൺ ഓഫ് ദീസ്, ഇവയൊന്നും അല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആഴ്ചത്തേക്കുള്ള പ്ലാനാണോ, 1 മാസത്തേക്കുള്ള പ്ലാനാണോ, അതോ 1 ആഴ്ചത്തേക്കും 1 മാസത്തേക്കും 1 വർഷത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കണോ, അതോ ഇവയൊന്നും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ പ്ലാനിങ് ഷോർട്ട് ടൈം ഫോർ എ വീക്ക്, മന്ത് ആൻഡ് ഇയർ, 1 വർഷത്തേക്കുള്ളത് വേണം, 1 ആഴ്ചത്തേക്കുള്ളത്, 1 മാസത്തേക്കുള്ളത് വേണം. അപ്പോൾ ആദ്യം 1 ആഴ്ച, 1 മാസം, 1 വർഷം ഇങ്ങനെയുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ ഇതിനുവേണ്ടി തയ്യാറാകാൻ. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. 1 ആഴ്ച കൊണ്ട് ഞാൻ എന്തെല്ലാം നേടണം, 1 മാസം കൊണ്ട് എന്തെല്ലാം നേടണം, എന്തെല്ലാം ചെയ്യണം, 1 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്യണം, അങ്ങനെ 1 വർഷം കുറച്ച് സമയമെടുക്കും. ഇത് 1-2 ദിവസം കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ, 1 ആഴ്ചത്തേക്കും മാസത്തേക്കും വർഷത്തേക്കും. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ് ശരി. സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, 8ാമത്തെ. വൺസ് വൊക്കാബുലറി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ, ഒരാളുടെ വൊക്കാബുലറി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. വൊക്കാബുലറി എന്ന് പറയാൻ പദസമ്പത്ത്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയല്ല, അപ്പോൾ കുറേ വാക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, കുറേ വാക്കുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കണം. ബി ലിസണിങ് ടു ടോക്സ്, മറ്റുള്ളവർ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ലിസണിങ് ടു ന്യൂസ് റെഡ്, വാർത്തകൾ വായിക്കാൻ ശ്രദ്ധിക്കണം. ഓൾ ഓഫ് ദീസ്, ഇവയെല്ലാമാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. ഇവയെല്ലാം കൂടെ ചേർന്നെങ്കിൽ നമുക്ക് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏതൊരു ഭാഷയുടെ ആയാലും, മലയാളത്തിൻ്റെ ആയാലും ഇംഗ്ലീഷിൻ്റെ ആയാലും ഹിന്ദിയുടെ ആയാലും ഏത് ഭാഷയുടെ ആയാലും നമ്മൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. പത്രങ്ങൾ വായിക്കണം, പിന്നെ മറ്റുള്ളവർ സംസാരിക്കാൻ ശ്രദ്ധിക്കണം, അതുപോലെ ന്യൂസ് കേൾക്കണം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെയിമിംഗ് വേർഡ്സ്? ഈ താഴെ പറയുന്നതിൽ നെയിമിംഗ് വേർഡ്സ് ആണ്. നെയിമിംഗ് വേർഡ്സ് നമുക്കറിയാം, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ് വെർബ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നൗൺ എന്ന് പറഞ്ഞാൽ അതിനെ നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്, അതായത് പേരായ ശബ്ദങ്ങൾ, പേരാണ്. മനുഷ്യൻ്റെ, വ്യക്തികളുടെ പേരാകാം, സ്ഥലങ്ങളുടെ പേരാകാം, വസ്തുക്കളുടെ പേരാകാം, അതെങ്കിൽ ഏതെങ്കിലും ഐഡിയാസിൻ്റെ പേരാകാം, അതെന്തുവാ, ഏതൊരു പേരായ ശബ്ദവും നെയിമിംഗ് വേർഡാണ്. ഈ താഴെ പറയുന്നവയിൽ ഏതാണ് നെയിമിംഗ് വേർഡ്? സുരേഷ് ആൻഡ് ടേബിൾ, ബാംഗ്ലൂർ ആൻഡ് ഹോട്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് സ്ക്രൂ, ഓൾ ദി എബോവ്, ഇവയെല്ലാമാണ്. അപ്പോൾ നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്, അപ്പോൾ അതൊരു നെയിമിംഗ് വേർഡാണ്. ആൻഡ് ടേബിൾ, ടേബിൾ എന്നാണ് അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത്. ടേബിൾ, മേശ, അതും ഒരു വസ്തുവിൻ്റെ പേരാണ്. ആദ്യത്തേതൊരു വ്യക്തിയുടെ പേര്, മറ്റേതൊരു വസ്തുവിൻ്റെ പേര്, ഒരു സാധനത്തിൻ്റെ പേര്. അടുത്ത ബാംഗ്ലൂർ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഹോട്ട്, അതും ഒരു അവസ്ഥയുടെ പേരാണ്. ഹോട്ട് ഒരു ഐഡിയ. ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ഇനി അടുത്ത സി, ഇലക്ട്രിസിറ്റി ആൻഡ് സ്ക്രൂ, ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് ഇലക്ട്രിസിറ്റി. അല്ലെങ്കിൽ സ്ക്രൂ, സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇവയെല്ലാം നെയിമിംഗ് വേർഡ്സാണ്. സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേബിൾ എന്ന് പറഞ്ഞാലും, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാലും, ഹോട്ട് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിസിറ്റി, സ്ക്രൂ, ഇതെല്ലാം നെയിമിംഗ് വേർഡ്സാണ്. അപ്പോൾ നെയിം ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സുരേഷ് നെയിം ഓഫ് എ പേഴ്സൺ. നെയിം ഓഫ് എ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ നെയിം ഓഫ് എ പ്ലേസാണ്. നെയിം ഓഫ് എ തിങ് എന്ന് പറഞ്ഞാൽ ടേബിള്, പിന്നെ സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ നെയിം ഓഫ് തിങ്സ്. നെയിം ഓഫ് എൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി, ഹോട്ട്, ഇതെല്ലാം. അപ്പോൾ ഓൾ ദീസ് ആർ നെയിമിംഗ് വേർഡ്സ്. ഇവയെല്ലാം തന്നെ നെയിമിംഗ് വേർഡ്സാണ്. അതുകൊണ്ട് ഓൾ ദി എബോവ് ഇതെല്ലാം നെയിമിംഗ് വേർഡ്സാണ്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു പേരായ ശബ്ദവും അതായത് നെയിമിംഗ് വേർഡാണ്. അതുകൊണ്ട് ഇതാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദി പെയിൻറ്റിങ്സ് ഓഫ് കുമാർ ആർ ബ്യൂട്ടിഫുൾ. ഒരു വാചകം പറഞ്ഞിരിക്കുക, ദ പെയിൻറ്റിങ്സ് ഓഫ് കുമാർ ആർ ബ്യൂട്ടിഫുൾ. കുമാറിൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം മനോഹരമാണ്. ഇൻ ദി സെൻറ്റൻസ് വിച്ച് ഈസ് എ ഡിസ്ക്രൈബിങ് വേർഡ്. ഇതിനകത്തൊരു ഡിസ്ക്രൈബിങ് വേർഡ് ഏതാണ്? ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് വിവരിക്കുക. ഇപ്പോൾ ദി പെയിൻറ്റിങ്സ് എന്നുള്ളതാണോ, കുമാർ എന്നുള്ളതാണോ, ആർ എന്നുള്ളതാണോ, ബ്യൂട്ടിഫുൾ എന്നുള്ളതാണോ? നമുക്ക് ഈ വാചകത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകണം ഇതിനകത്ത് എന്തിനെങ്കിലും കുറിച്ച് വിശേഷിപ്പിക്കുക, അതാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീ ഈസ് റിച്ച്, അവൻ റിച്ചാണ് എന്ന് പറയുന്നു. ഹീ ഈസ് റിച്ച്, അവൻ റിച്ചാണെന്നുള്ളത് അവനെ വിശേഷിപ്പിക്കുക, റിച്ചാണെന്നുള്ള വാക്ക് മനസ്സിലായി. ഹിസ് ഷർട്ട് ഈസ് ബ്ലൂ, അവൻ്റെ ഷർട്ട് ബ്ലൂ ആണ്. അപ്പോൾ ഷർട്ടിനെ വിശേഷിപ്പിക്കുക ബ്ലൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശേഷണ പദങ്ങളെയാണ് നമ്മൾ പിന്നെ ഡിസ്ക്രൈബിങ് വേർഡ് എന്ന് പറയുന്നത്. ഇവിടെ പെയിൻറ്റിങ്സ് ഓഫ് കുമാർ ആർ ബ്യൂട്ടിഫുൾ. കുമാറിൻ്റെ പെയിൻറ്റിങ്സ് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ കുമാർ ബ്യൂട്ടിഫുൾ ആണെന്നല്ല പറയുന്നത്, അവൻ്റെ പെയിൻറ്റിങ്സ് ആണ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്. പെയിൻറ്റിങ്സിനെ വിശേഷിപ്പിക്കുക. പെയിൻറ്റിങ്സ് ഓഫ് കുമാർ ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഡിസ്ക്രൈബിങ് വേർഡ്. പെയിൻറ്റിങ്സും കുമാറും ആറും ഒന്നുമല്ല, ബ്യൂട്ടിഫുൾ എന്നുള്ള ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് അതൊരു ഡിസ്ക്രൈബിങ് വേർഡാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബിങ് വേർഡ്സിനെ കുറിച്ച് പഠിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആളിനെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഡിസ്ക്രൈബിങ് വേർഡാണ്. അതിന് അഡ്ജക്റ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ, അഡ്ജക്റ്റീവ്. അത് തന്നെയാണ് ഈ ഡിസ്ക്രൈബ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രൈബിങ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാചകത്തിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പെയിൻറ്റിങ്സ് ഓഫ് കുമാർ, പെയിൻറ്റിങ്സിനെ വിശേഷിപ്പിക്കാൻ ബ്യൂട്ടിഫുൾ, അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി ആക്ഷൻ വേർഡ് ഫ്രം ദ സെൻറ്റൻസ്. ഇനി ആക്ഷൻ വേർഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ നെയിമിംഗ് വേർഡ് കണ്ടുപിടിച്ചു, ഡിസ്ക്രൈബിങ് വേർഡ് കണ്ടുപിടിച്ചു, ആക്ഷൻ വേർഡ്. ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ വെർബ്, അത് ക്രിയ, പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക്. എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വേർഡ്സാണ്. ദി സ്റ്റുഡൻസ് പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ദി സ്റ്റുഡൻസ് പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പോൾ ഇതിനകത്ത് ചെയ്ത പ്രവൃത്തി എന്താണ്? കുട്ടികൾ ചെയ്ത അതായത് യെസ്റ്റർഡേ എന്നുള്ളതാണോ ആക്ഷൻ വേർഡ്, പ്ലേഡ് എന്നുള്ളതാണോ ആക്ഷൻ വേർഡ്, ക്രിക്കറ്റ് ആണോ ആക്ഷൻ വേർഡ്, അതോ സ്റ്റുഡൻസ് ആണ്? അപ്പോൾ അതിനകത്തുള്ള വാക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. ഇവർ ചെയ്ത പ്രവൃത്തി ഏതാ? യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയല്ല, പ്ലേഡ് എന്നുള്ളതാണ് പ്രവൃത്തി. അപ്പം പ്ലേഡ് ഈസ് ദി ആക്ഷൻ വേർഡ്. therefore പ്ലേഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. ക്രിക്കറ്റോ സ്റ്റുഡൻസോ ഒന്നുമല്ല ആക്ഷൻ വേർഡ്. അതെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നൗണാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഓരോ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ.
ദി പ്ലൂറൽ ഫോംസ് ഓഫ് സ്റ്റാഫ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്ലൂറൽ ഫോമും സിംഗുലർ ഫോമും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗുലർ ഫോം എന്ന് പറയുന്നത് ഏകവചനം, ഒരെണ്ണം മാത്രം ഉള്ളതിനെയാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ സ്കൂളിലുമൊക്കെ പഠിച്ചിട്ടുള്ള സിംഗുലറും പ്ലൂറലും. ഇപ്പം ബോയ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, ബോയ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ. അതിൻ്റെ ബഹുവചനം എന്ന് പറഞ്ഞാൽ ബോയ്സ്, ഗേൾ എന്ന് പറഞ്ഞാൽ ഗേൾസ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. ഇങ്ങനെ നമുക്ക് സിംഗുലറും എസ് ചേർക്കാം. എസ് അവസാനിപ്പിച്ച് എസ്സിൽ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലതിൻ്റെ പ്ലൂറൽ കിട്ടും. ഇ എസ് ചേർത്ത് കഴിഞ്ഞാൽ ചിലതിൻ്റെ പ്ലൂറൽ കിട്ടും. അതുപോലെ തന്നെ ഐ എസ് ചേർത്ത് കഴിഞ്ഞാൽ ചിലറിൻ്റെ പ്ലൂറൽ കിട്ടും. ആ പ്ലൂറൽ കിട്ടാൻ എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ചേർക്കണം. അത് ആ വാക്കുകൾക്കനുസരിച്ച് വരും. ചില വാക്കുകളാണെങ്കിൽ ഇ എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ഒന്നും ചേർക്കേണ്ട, അതേ വാക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ പ്ലൂറലായിട്ട് വരുന്നത്. ചില അങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് സ്റ്റാഫും എക്യുപ്മെൻറ്റുമാണ്. അപ്പോൾ സ്റ്റാഫിൻ്റെ പ്ലൂറൽ സ്റ്റാഫ്സ് ആണോ, എക്യുപ്മെൻറ്റിൻ്റെ പ്ലൂറൽ എക്യുപ്മെൻറ്റ്സ് ആണോ? അവിടെ എസ് ചേർത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ്സ് 2 എസ് ചേർത്തിരിക്കുന്നു. എക്യുപ്മെൻറ്റീസ്, എക്യുപ്മെൻറ്റ് ഐ എസ് ചേർത്തിരിക്കുന്നു. പിന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റാഫും എക്യുപ്മെൻറ്റും അതായത് വാക്കുകൾ തന്നെ. അതോ നൺ ഓഫ് ദീസ്, ഇവയൊന്നും അല്ലേ, വേറെ എന്തെങ്കിലും ആണോ ആൻസർ? അപ്പോൾ സ്റ്റാഫ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ സ്റ്റാഫ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാഫിൻ്റെ സ്റ്റാഫ് തന്നെയാണ്. അതുപോലെ എക്യുപ്മെൻറ്റിൻ്റെ എക്യുപ്മെൻറ്റ് തന്നെയാണ്. ഫർണിച്ചറിൻ്റെ ഫർണിച്ചർ തന്നെയാണ്. ഇത്തരം ചില വാക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാഫ് സാധാരണ ആൾക്കാരെല്ലാം തെറ്റിച്ച് പറയുന്നത് സ്റ്റാഫ്സ് എന്ന് പറയും. സ്റ്റാഫ്സ്, അത് തെറ്റാണ്. സ്റ്റാഫിൻ്റെ പ്ലൂറൽ സ്റ്റാഫ് തന്നെ. ഒരാളെ ഉള്ളെങ്കിൽ സ്റ്റാഫ് എന്ന് പറയും. 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും 4 എത്ര പേരാണെങ്കിലും സ്റ്റാഫ് എന്നേ പറയും. അത് സ്റ്റാഫ്സ് എന്ന് പറയുന്നത്. അതുപോലെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയത്തില്ല, എക്യുപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ അപ്പോൾ സ്റ്റാഫും എക്യുപ്മെൻറ്റും തന്നെ. സി ആണ് കറക്റ്റ് ആൻസർ. കാരണം സ്റ്റാഫിൻ്റെയും എക്യുപ്മെൻറ്റിൻ്റെയും പ്ലൂറൽ അതേ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതിൻ്റെ പ്ലൂറൽ ഫോംസ്. ചിലപ്പോൾ സിംഗുലർ ഫോംസ് എന്ന് പറഞ്ഞ് തിരിച്ചും ചോദിക്കും ചില വാക്കുകൾ തന്നിട്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ചെയ്യണം. അടുത്ത 13ാമത്തെ എന്ന് പ്ലൂറൽ ഫോം ഓഫ് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം. ഹൗസ് ഫ്ലൈ, അതായത് ഞാൻ പറഞ്ഞ വൈയിൽ അവസാനിക്കുന്നതിൻ്റെ എല്ലാം പ്ലൂറൽ കിട്ടാൻ ഐ എസ് ചേർക്കണം. വൈയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ കിട്ടാൻ ഐ എസ് ചേർക്കണം. ഹൗസ് ഫ്ലൈസ് FLYS ഉണ്ട്, ഹൗസ് ഫ്ലൈസ് FLIES ഉണ്ട്, ഹൗസ് ഫ്ലൈ തന്നെ പറയുന്നുണ്ട്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഹൗസ് ഫ്ലൈയുടെ പ്ലൂറൽ ഹൗസ് ഫ്ലൈസ് ആണ്, FLIES. വൈയിൽ അവസാനിക്കുന്നതിൻ്റെ എല്ലാം പ്ലൂറൽ കിട്ടാൻ IES ചേർക്കണം. ഹൗസ് ഫ്ലൈസ്. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോനൗൺ. അടുത്ത പ്രോനൗൺ, അടുത്ത ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ഇടുന്ന പ്രോനൗൺ. ഇപ്പോൾ നമ്മൾ നെയിമിംഗ് വേർഡ് പറഞ്ഞു, ഡിസ്ക്രൈബിംഗ് വേർഡ് പറഞ്ഞു, ആക്ഷൻ വേർഡ് പറഞ്ഞു. ഇനി അടുത്തത് പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം വരുന്ന പ്രോനൗൺ. അപ്പോൾ ഒരാളുടെ പേര് ഇപ്പോൾ പറയുന്നു, രാജു ഈസ് എ സ്റ്റുഡൻറ്റ്. രാജു ഒരു സ്റ്റുഡൻ്റ് ആണ്. രാജു ഈസ് സ്റ്റഡിയിങ് ഇൻ ഗവൺമെൻറ് ITI. രാജു ഗവൺമെൻറ് ITIയിലാണ് പഠിക്കുന്നത്. രാജു ഗോസ് ബൈ ബസ്. ബസ്സിലാണ് അവൻ പോകുന്നത്. എപ്പോഴും രാജു എന്ന് പറയുന്നതിന് പകരം നമ്മൾ രാജു ഈസ് എ സ്റ്റുഡൻറ്റ്, ഹീ ഗോസ് ടു ITI. അപ്പം അവിടെ ഹീ എന്ന് ചേർക്കും. അപ്പോൾ അങ്ങനെ ഒരു നൗണിന്, രാജു എന്ന് പറയുന്ന നൗണിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നു, ഹീ. അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. പെൺകുട്ടിയാണെന്നെങ്കിൽ ഷീ എന്ന് പറയും. അപ്പോൾ ഹീ, ഷീ, ദേ, ഇറ്റ്, ഇത്തരം വാക്കുകളെല്ലാം നമ്മൾ പ്രോനൗൺ എന്ന് പറയും. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏതാണ് പ്രോനൗൺ? കിൽ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ ആണോ? കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോനൗൺ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷൻ വേർഡാണ്, പ്രവൃത്തിയാണ്. കിൽ, കൊല്ലുക, അല്ലെ കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ഷൻ വേർഡാണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് പകരമായിരിക്കും, അല്ലെങ്കിൽ 2 ആളിന് പകരമായിരിക്കും പറയുന്നത്. ദേ എന്ന് പറയാൻ പകരം വന്ന വാക്കാം. സിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നെയിമിംഗ് വേർഡാണ്. സിറ്റി അതൊരു നൗണാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കളേഴ്സും ഡിസ്ക്രൈബിംഗ് വേർഡ്സാണ്. അപ്പോൾ നമുക്കിവിടെ കില്ലും അല്ല, സിറ്റിയും അല്ല, ബ്ലൂ അല്ല. പ്രോനൗൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്തരം ദേ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നൗണിന് പകരം ഹീ, ഷീ, ദേ, ഇറ്റ്, ഇതെല്ലാം പ്രോനൗൺസ് ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ കറക്റ്റ് ആൻസർ ഈ താഴെ പറയുന്നവയില ദേമാണ് പ്രോനൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഇൻ ടു എ കാർ, ജോൺ ടെൽസ് ദിസ് കാർ ഈസ് ഡാഷ്, ചൂസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഒരു കാറ് കാണിച്ചിട്ട് ജോൺ പറയുന്നു ദിസ് കാർ ഈസ് ഡാഷ്, ഈ കാറ് ഡാഷാണ്. എന്നിട്ട് അതിന് ഉത്തരം തന്നിരിക്കുന്നത് മൈ, മൈൻ, മൈസെൽഫ്, മീ എന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ദിസ് കാർ ഈസ്, ഈ കാർ എൻ്റേതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് കാർ ഈസ് മൈ എന്ന് പറയുമോ, ദിസ് കാർ ഈസ് മൈൻ എന്ന് പറയുമോ, ദിസ് കാർ ഈസ് മൈസെൽഫ് എന്ന് പറയുമോ, ദിസ് കാർ ഈസ് മീ എന്ന് പറയും. ദിസ് കാർ ഈസ്, ഇത് എൻ്റെതാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊസഷനെ കാണിക്കുക. ഇതൊരു പൊസഷനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്, എൻ്റെ അല്ലെങ്കിൽ എൻ്റെതാണ്
എൻ്റെ അവകാശത്തിലുള്ളതാണ്, എൻ്റെ പൊസഷനിലുള്ള. ആ പൊസഷൻ എന്ന് പറയുമ്പോൾ പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കണം, പൊസഷനെ കാണിക്കുന്ന പ്രോനൗൺ. മൈ അല്ല ഇവിടുത്തെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. മൈ എന്ന് പറഞ്ഞാൽ പൊസസീവ് പ്രോനൗൺ ഉള്ളത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അത് പിന്നെ നിങ്ങൾ ഡീറ്റെയിലായിട്ട് പിന്നെ പഠിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മൈനാണ്. ദിസ് കാർ ഈസ് മൈൻ, ഈ കാർ എൻ്റേതാണ്. ദിസ് കാർ ഈസ് മൈ സെൽഫ് എന്ന് പറയത്തില്ല, ദിസ് കാർ ഈസ് മീ എന്ന് പറയത്തില്ല, ദിസ് കാർ ഈസ് മൈ എന്നും പറയത്തില്ല. ദിസ് ഈസ് മൈ കാർ എന്ന് പറയാം, ഇത് എൻ്റെ കാറാണ്. ദിസ് ഈസ് മൈ കാർ, ദിസ് ഈസ് മൈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്, അതെൻ്റെ കാറാണ്. ബട്ട് ദിസ് കാർ ഈസ് മൈൻ, ഈ കാർ എൻ്റേതാണ് എന്ന് പറയുന്നത്. പിന്നെ മൈൻ എന്ന് പറയുന്നത് വേറെ പൊസസീവ് പ്രോനൗൺ ഉണ്ട്. യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ വാക്കുകളെല്ലാം പൊസസീവ് പ്രോനൗണിൽ വരുന്നതാണ്. അതെല്ലാം നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ദിസ് കാർ ഈസ് മൈൻ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്, മൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വേർഡ് ഈസ് ആൻ ഓഡ് വൺ ഇൻ ദ ഗിവൺ ലിസ്റ്റ്? ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ ഓഡ് വൺ ഏതാണ്? അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, മറ്റുള്ളവയിൽ നിന്ന് ബന്ധമില്ലാത്തത്. അപ്പം 4 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇക്വാളിറ്റി, മുംബൈ, റേഡിയേഷൻ, കോൺഫറൻസ്. ഈ വാക്കുകളിൽ ഓഡ് വൺ ഏതാണ്? ഇങ്ങനെയും ഇപ്പോഴത്തെ പുതിയ മോഡലിൽ ചോദിക്കുന്നുണ്ട് ഓഡ് വൺ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓഡ് വൺ എന്ന് പറയുന്നത് ഇക്വാളിറ്റി, മുംബൈ, റേഡിയേഷൻ, കോൺഫറൻസ്. ഇതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നത് മുംബൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, മറ്റൊന്നും സ്ഥലത്തിൻ്റെ പേര് അല്ല. അപ്പോൾ ഇക്വാളിറ്റി, റേഡിയേഷൻ, കോൺഫറൻസ് ഇതൊന്നും അല്ല, അതെല്ലാം നമ്മുടെ നെയിമിംഗ് വേർഡ്സ് ഓഫ് ഐഡിയ ആണ്. ഇക്വാളിറ്റി, റേഡിയേഷൻ, കോൺഫറൻസ്. അപ്പോൾ ഇതിന് വ്യത്യസ്തമായി നിൽക്കുന്നത് മുംബൈ ആണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ബി ആണ്. ഇതാണ് ഓഡ്മാൻ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. മേരി ഡാഷ് ടു ചർച്ച് ഓൺ സൺഡേസ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക് ചൂസിങ് ദ റൈറ്റ് ആൻസർ. ശരിയായ ആൻസർ എഴുതുക. മേരി ഡാഷ് ടു ചർച്ച് ഓൺ സൺഡേസ്. മേരി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു. അപ്പോൾ അതിനകത്ത് ഗോ പറയുമോ, ഗോസ് പറയുമോ, ഈസ് ഗോയിങ് പറയുമോ, വെൻറ്റ് പറയുമോ? മേരി ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്. മേരി അങ്ങനെ പറയില്ല, കാരണം എന്താ, മേരി സിംഗുലറാണ്. മേരി എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. മേരി സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലറാണ്, ആക്ഷൻ വേർഡും സിംഗുലറാണ്. ഒരു വെർബിനെ സിംഗുലറാക്കാൻ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. അപ്പോൾ ഇവിടെ ഗോ എന്ന് പറയുമ്പോൾ അവിടെ ചേരില്ല, കാര്യം മേരി സിംഗുലർ ആയതുകൊണ്ട് ആ വെർബ് സിംഗുലർ അല്ല. വെർബ് ഗോ എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ ഫോമിലായതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ ഗോസ്, മേരി സിംഗുലറാണ്, വെർബ് സിംഗുലറാണ്, അപ്പോൾ ഗോസ് അത് ചേരും. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഈസ് ഗോയിങ്, അതും ചേരുമല്ലോ. മേരി ഈസ് ഗോയിങ്. മേരി ആർ ഗോയിങ് എന്നോ മേരി പിന്നെ വേർ ഗോയിങ് എന്നോ അല്ലല്ലോ, മേരി ഈസ് ഗോയിങ്, അതും ചേരും അവിടെ. ഇനി വെൻറ്റ്, മേരി വെൻറ്റ്, അവിടെയും ചേരും. മേരി വെൻറ്റ് പാസ്റ്റ് ടെൻസ് കൊടുക്കാം. പക്ഷേ ആ സെൻറ്റൻസ് പൂർണ്ണമായും നോക്കിക്കഴിയുമ്പോൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മേരി ഡാഷ് ടു ചർച്ച് ഓൺ സൺഡേസ്. മേരി സൺഡേസിൽ പള്ളിയിൽ പോകുന്നു. അത് പതിവായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഹാബിച്വൽ ആക്ഷൻസിനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഇവിടെ തരുന്ന ഗോയും ഗോസും സിമ്പിൾ പ്രസൻറ്റാണ്, പക്ഷേ അവിടെ ഗോസ് ആണ് അവിടെ അനുയോജ്യമായിട്ടുള്ളത്. കാരണം മേരി സിംഗിൾ ആയതുകൊണ്ട് ഗോസ് ആണ് വരേണ്ടത്, അതുകൊണ്ട് അവിടെ ഗോസ് വരും. കാര്യം ഇത്തരം ഹാബിച്വലായി നമ്മൾ പഠിച്ച സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുന്നത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സിമ്പിൾ പ്രസൻറ്റാണ് ഉപയോഗിക്കുന്നത്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ, എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ ഹാബിച്വലായിട്ടുള്ള കാര്യം നിരന്തരമായിട്ട് നടക്കും. ഇപ്പം പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ സൺഡേസിലോട് പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേയിലും പോകുന്നു, പതിവായി പോകുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ പതിവായി നടക്കുന്ന പ്രവൃത്തികളെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം. സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബിൻ്റെ ഫോം വരാൻ. ഇവിടെ മേരി സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ വരുന്നു, ഗോസ്. അപ്പോൾ അതുകൊണ്ട് ബി ആണ് കറക്റ്റ് ഉത്തരം. മേരി ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോം ഓഫ് വെർബ്? ഈ തന്നിരിക്കുന്നവയിലെ പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോം ഏതാണ്? അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കണ്ടിന്യൂസിനെയാണ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പ്രോഗ്രസ് ചെയ്ത് പോവുക. കണ്ടിന്യൂസിന് എപ്പോഴും ING വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രസീവ് ഫോം പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോമാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈസ് റൈറ്റിംഗ്, വാസ് റൈറ്റിംഗ്, റൈറ്റ്സ് നൺ ഓഫ് ദീസ്. ഈസ് റൈറ്റിംഗ് പ്രസൻറ്റ് ടെൻസിൽ വരുമ്പം ഈസോ ആമോ ആറോ വരും. പാസ്റ്റ് ടെൻസിലാണ് വാസും വേറും ഒക്കെ വരുന്നത്. പിന്നെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്, അത് ING ഇല്ല. അപ്പോൾ ING ഉള്ള 2 എണ്ണം ഉണ്ടായിരുന്നു, ഈസ് റൈറ്റിങ്ങും വാസ് റൈറ്റിംഗ്. അപ്പോൾ ഈസ് റൈറ്റിംഗ് പ്രസൻറ്റ് ആയതുകൊണ്ട് ഈസ് വരും, അതുകൊണ്ട് ഈസ് റൈറ്റിംഗ് എന്നുള്ളതാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോം. പാസ്റ്റ് പ്രോഗ്രസീവ് ഫോം ചോദിച്ചിരുന്നെങ്കിൽ വാസ് റൈറ്റിംഗ് പറഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റ് ചോദിച്ചിരുന്നെങ്കിൽ റൈറ്റ്സ് പറഞ്ഞു. ഇപ്പം നമ്മൾ
പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോം എന്ന് പറയുന്നതുകൊണ്ട് ഈസ് റൈറ്റിംഗ്, അതുകൊണ്ട് എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ആർ ബിസി, ഫൈൻഡ് ഔട്ട് ദി ആക്ഷൻ വേർഡ്. ഇവിടുത്തെ ആക്ഷൻ വേർഡ് കണ്ടുപിടിക്കണം, അതായത് വെർബ് കണ്ടുപിടിക്കണം. ആക്ഷൻ, സ്റ്റുഡൻസ് ആർ ബിസി ദി. ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് സ്റ്റുഡൻസ് ആണോ, ആണോ, ബിസി ആണോ, ദി ആണോ. ഇപ്പോൾ ഇവിടുത്തെ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ ആറാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഓക്സിലറി വെർബ്. ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഹാഡ്, വാസ്, വെയർ, വിൽ, ഷാൽ, മേ, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത്തരം വാക്കുകളെല്ലാം വെർബാണ്. അതൊക്കെ സഹായക്രിയ, ഹെൽപ്പിംഗ് വെർബ്സാണ്. അത് പൂർണ്ണക്രിയ അല്ലെങ്കിൽ പോലും അതിന് ഇവിടുത്തെ സെൻറ്റൻസിൽ അത് വെർബായിട്ട് വന്നിരിക്കുകയാണ്, ആക്ഷൻ വേർഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദ സ്റ്റുഡൻസ് ആർ ബിസി എന്നുള്ളതിനകത്ത് അവിടുത്തെ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആണ്. ആർ, ബി ആണ് കറക്റ്റ് ആൻസർ. ആർ മനസ്സിലായിക്കോണം. ഈസ്, ആറ്, ആം ഇതെല്ലാം ആണ് മാത്രമാണ് വരുന്നതെങ്കിൽ അവയാണ് ആക്ഷൻ വേർഡ്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ING വന്നു കഴിഞ്ഞാൽ അത് ആക്ഷൻ വേർഡ്. അല്ലെങ്കിൽ അതിൻ്റെ V3 ഫോം കൂടെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തമാണ് അതിൻ്റെ ആക്ഷൻ വേർഡായിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ആക്ഷൻ വേർഡ് ആർ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ അനൗൺസ്മെൻറ്റ് ഡാഷ് യെസ്റ്റർഡേ വാസ് അൺനെസസറി, ചൂസ് ദ റൈറ്റ് ആക്ഷൻ വേർഡ്. അതിനകത്ത് കറക്റ്റ് ആക്ഷൻ വേർഡ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഈ ആക്ഷൻ വേർഡ്സൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണം. ആ കാര്യം എപ്പോഴാണ് നടന്നത്, ഇന്നലെ നടന്നത്, കഴിഞ്ഞ കാര്യമാണോ, അവർ ഇപ്പം നടക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ. കഴിഞ്ഞ കാര്യമാണെങ്കിൽ പാസ്റ്റ് ടെൻസിലായിരിക്കണമല്ലോ, നടക്കുന്ന കാര്യമാണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഹിൻറ്റ് അതിനകത്ത് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഡാഷ് യെസ്റ്റർഡേ, അപ്പോൾ ഇന്നലെ, യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെയാണ്, ഇന്നലെ നടന്ന കാര്യമാണ്. ദ അനൗൺസ്മെൻറ്റ് ഡാഷ് യെസ്റ്റർഡേ വാസ് അൺനെസസറി. ഇന്നലെ നടന്ന നടത്തിയ അനൗൺസ്മെൻറ്റ് അൺനെസസറി ആയിരുന്നു, ആവശ്യമില്ലാത്തതായിരുന്നു. അതിനകത്ത് കറക്റ്റ് ആക്ഷൻ വേർഡ് മേക്ക് ആണോ, മെയ്ഡ് ആണോ, വാസ് മേക്കിംഗ് ആണോ, നൺ ഓഫ് ദീസ് ആണോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ പറയുന്നുണ്ട്. മേക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസാണ്, മേക്ക്. അതിൻ്റെ പാസ്റ്റാണ് മെയ്ഡ് തന്നിരിക്കുന്നത്, അത് പാസ്റ്റാണ്. വാസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പ്രോഗ്രസീവ് ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ളത് ഇവിടെ വരുന്നത് ഏതാണെന്ന് നോക്കണം. ദ അനൗൺസ്മെൻറ്റ് ഡാഷ് യെസ്റ്റർഡേ വാസ് അൺനെസസറി. ഇന്നലെ നടത്തിയ അനൗൺസ്മെൻറ്റ്, ദി അനൗൺസ്മെൻറ്റ് വാസ് മേക്കിംഗ് യെസ്റ്റർഡേ എന്ന് പറയത്തില്ല. ദ അനൗൺസ്മെൻറ്റ് മെയ്ഡ് യെസ്റ്റർഡേ, അത് പാസീവ് ഫോമിൽ വരുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. പാസീവ് വോയിസൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ. ദ അനൗൺസ്മെൻറ്റ് മെയ്ഡ് യെസ്റ്റർഡേ, ഇന്നലെ നടത്തിയ അനൗൺസ്മെൻറ്റ്. ദി അനൗൺസ്മെൻറ്റ് മെയ്ഡ് യെസ്റ്റർഡേ വാസ് അൺനെസസറി. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മെയ്ഡ്. ആ പാസ്റ്റ് ടെൻസിൽ വന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്, മെയ്ഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. ദി അനൗൺസ്മെൻറ്റ് മെയ്ഡ് യെസ്റ്റർഡേ വാസ് അൺനെസസറി. ഇന്നലെ ചെയ്ത അനൗൺസ്മെൻറ്റ് അൺനെസസറി ആയിരുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ആൻ എൻക്വയറി. ഇംഗ്ലീഷിൽ നമ്മൾ എൻക്വയറി നടത്തുമ്പോൾ ഇതിനകത്ത് ഏതാണ് ഉപയോഗിക്കുന്നത്? ഒരു അന്വേഷണം, ഒരു കാര്യം അന്വേഷിക്കാൻ പോവുക. അപ്പോൾ ആ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു സംശയം ചോദിക്കുന്ന ആ ഒരു അന്വേഷണമാണല്ലോ. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഏതാണ്, അല്ലെങ്കിൽ ബാങ്കിലേക്ക് പോകുന്ന വഴി ഏതാണ്, അപ്പോൾ ഒരു അന്വേഷണം. അപ്പോൾ ആ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ, ഈ താഴെ പറയുന്ന എക്സ്പ്രഷനിൽ ഏതാണ് അന്വേഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ഐ ആം സോറി, അതാണോ പറയുന്നത്? ക്യാൻ യു ടെൽ മീ, ഇസ് ഇൻ സോ, താങ്ക് യു. ഇവയിൽ ഏതാണ് ഒരു അന്വേഷണം? അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാൻ യു ടെൽ മീ, നിങ്ങൾക്ക് എന്നോട് ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തരുമോ? അതൊരു എൻക്വയറിയാണ്, ഒരാളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞത് ക്യാൻ യു ടെൽ മീ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്യാൻ യു ടെൽ മീ, ബി ആണ് കറക്റ്റ് ആൻസർ, ഒരു എൻക്വയറി എന്നുള്ളത്. അപ്പോൾ എൻക്വയറി ഇതാണ്. ഇപ്പം നമുക്കിതിനിങ്ങനെ പഠിക്കണം. എൻക്വയറി വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോഴെങ്ങനെയാണ്, അത്തരം കാര്യങ്ങളുണ്ട്. അടുത്ത നോക്കി, ദിസ് ഈസ് ദ ഷെഡ്യൂൾ ഫോർ ടുമോറോസ് കോൺഫറൻസ്. ഇതാണ് ഒരാളോട് പറയുകയാണ്, ദിസ് ഈസ് ദ ഷെഡ്യൂൾ ഫോർ ടുമോറോസ് കോൺഫറൻസ്. നാളത്തെ കോൺഫറൻസിനുള്ള അല്ലെങ്കിൽ നാളത്തെ മീറ്റിങ്ങിനുള്ള ഷെഡ്യൂൾ ഇതാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുക മേക്കിംഗ് റിക്വസ്റ്റ് ചെയ്യാനാണോ, ഷെയറിങ് ഇൻഫർമേഷൻ ആണോ, ഗിവിങ് ഓപ്ഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ. അപ്പോൾ ദിസ് ഈസ് ദ ഷെഡ്യൂൾ ഫോർ ടുമോറോസ് കോൺഫറൻസ്. ഇതാണ് നാളത്തെ പരിപാടിയുടെ ഷെഡ്യൂൾ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിവരം അറിയിക്കുക, മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇതാണ് നാളത്തെ പരിപാടി, നാളെ 10 മണിക്ക് പരിപാടി തുടങ്ങുമെന്നുള്ളത് വിവരം അറിയിക്കുക. അല്ലെങ്കിൽ നാളെ 9 മണിക്ക്, ഏത് സമയമായാലും ഇതൊരു ഷെഡ്യൂളാണ് കൊടുക്കുക. ദിസ് ഈസ് എ ഷെഡ്യൂൾ ഫോർ ടുമോറോസ് കോൺഫറൻസ്. നാളത്തെ കോൺഫറൻസിനുള്ള ആ ഷെഡ്യൂളാണിത്. ഇതൊരു റിക്വസ്റ്റ് അല്ല, ഇത് ഷെയറിങ് ഇൻഫർമേഷനാണ്, അതായത് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്, ഷെയറിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോഴാണ്
ഷെയർ ചെയ്യാനുള്ള കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് ഷെയറിങ് ഇൻഫർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹലോ ദിസ് ഈസ് കിരൺ ഫ്രം IT ചെങ്ങന്നൂർ. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഇത് ഒരാൾ പറയാ ഹലോ ദിസ് ഈസ് കിരൺ ഫ്രം IT ചെങ്ങന്നൂർ. IT ചെങ്ങന്നൂരിൽ നിന്ന് കിരണാണിത് എന്നൊരാൾ മറ്റൊരാളിനോട് പറയുകയാണ്. ഇതെന്താ വെൽക്കമിങ് വേർഡാണോ, ഇത് വെൽക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണോ, താങ്കിങ്ങിന് വേണ്ടിയാണോ, ഇൻട്രൊഡ്യൂസിങ്ങിന് വേണ്ടിയാണോ, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ, ഒരാളെ കാണിച്ചിട്ട് മറ്റൊരാളോട് പറയുകയാണ് ഇതാണ് കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡ്യൂസിങ് വേർഡാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ദിസ് ഈസ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ രീതി. ഹലോ ദിസ് ഈസ് കിരൺ ഫ്രം IT ചെങ്ങന്നൂർ. അത് C ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫോർമൽ ഗ്രീറ്റിംഗ്. ഇതൊരു ഫോർമൽ ഗ്രീറ്റിംഗ്. അപ്പോൾ ഫോർമൽ ഗ്രീറ്റിങ്ങും ഇൻഫോർമൽ ഗ്രീറ്റിങ്ങും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമൽ ഗ്രീറ്റിംഗും ഉണ്ട്, ഇൻഫോർമൽ ഗ്രീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ ഫോർമൽ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കാൾ ഉയർന്ന പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള റെസ്പെക്റ്റ് ചെയ്യുന്ന ആളിനോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോർമലായിരിക്കണം, ഔപചാരികത്വം നിറഞ്ഞ. അപ്പോൾ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതോ പോലല്ല നമ്മൾ നമ്മുടെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്. ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻഫോർമലായിട്ട് സംസാരിക്കാം, ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. പക്ഷേ നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഹായ് എന്ന് പറയത്തില്ല. അപ്പോൾ നമ്മളവിടെ ഗുഡ് മോർണിംഗ് സാർ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നിങ്ങനെ പറയും. അപ്പം മുതിർന്ന ആൾക്കാർ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അത് നമ്മുടെ അധ്യാപകരോട് സംസാരിക്കുക, പ്രിൻസിപ്പലിനോട് സംസാരിക്കുക, അതൊക്കെ ഫോർമൽ വേയിലായിരിക്കണം. അപ്പോൾ ഇൻഫോർമൽ വേയിൽ എന്ന് പറയുന്നത് സുഹൃത്തുക്കളോടും നമ്മുടെ സമപ്രായക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇൻഫോർമൽ വേയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിനകത്ത് ഫോർമലായിട്ടുള്ള ഗ്രീറ്റിംഗ് ഏതാണ്? ഒരാളിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ ഫോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഒരാളിപ്പോൾ നമ്മുടെ പ്രായക്കാരനാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളടുത്ത് വരികയാണ്, പരിചയപ്പെടാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഫോർമലായിട്ടായിരിക്കും സംസാരിക്കുന്നത്. പിന്നീട് അത് ഇൻഫോർമൽ ആക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർമലായിട്ടുള്ള ഈ പറയുന്നവയിൽ ഏതാണ് ഫോർമൽ ഗ്രീറ്റിംഗ്? ഹൈ, ഹൗ ആർ യു, അതാണോ ഫോർമൽ? ഗുഡ് മോർണിംഗ് സാർ, അതാണോ ഫോർമൽ? ഹൗ ഹാവ് യു ബീൻ? ഹേ കം ആൻഡ് ജോയിൻ അസ്. അപ്പോൾ നമുക്ക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നതാണ് ഫോർമൽ, ബാക്കിയുള്ളതെല്ലാം ഇൻഫോർമലാണ്. ഈ തന്നിരിക്കുന്നതിൽ ഫോർമലായിട്ടുള്ള ഗ്രീറ്റിംഗ് മെത്തേഡ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ B ആണ് കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്കിപ്പം 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷുഡ് ഐ ബി ഡൂയിങ് ദിസ് ഡിഫറൻ്റ്ലി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെസ്പോൺസ്? ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഷുഡ് ഐ ബി ഡൂയിങ് ദിസ് ഡിഫറൻ്റ്ലി, ഇത് ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്യണോ? ഒരു താഴത്തെ ഉദ്യോഗസ്ഥൻ മേലത്തെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഷുഡ് ഐ ബി ഡൂയിങ് ദിസ് ഡിഫറൻ്റ്ലി, ഇത് ഞാൻ ഡിഫറൻ്റായിട്ട് ചെയ്യണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റെസ്പോൺസ്? ഇതിൻ്റെ മറുപടി, റെസ്പോൺസ്, പ്രതികരണം എങ്ങനെ ആയിരിക്കും? ഇത് നിങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യണം, അല്ലെ ചെയ്യണ്ട. അപ്പം പറയാം യെസ് യു ഷുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ യെസ് യു ഷുഡ് നോട്ട് എന്ന് പറയാം. ഒന്നിൽ നിങ്ങൾ ചെയ്യണം, അല്ലെ ചെയ്യണ്ട. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന ആ വെർബ്, ആ ഓക്സിലറി വെർബ് അവിടെ വരണം. അപ്പോൾ പ്ലീസ് ഡോണ്ട് സിറ്റ്, അതാണോ ശരി? യെസ് യു ഷുഡ് എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ താങ്ക് യു എന്നാണോ പറയേണ്ടത്, വെൽ ഡൺ എന്നാണോ പറയുന്നത്? അപ്പോൾ അതുമായിട്ട് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കറക്റ്റുള്ള റെസ്പോൺസ്, പ്രതികരണം, ഇങ്ങനൊരു ചോദ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് മറുപടിയാണ് അർഹിക്കുന്നത്? അപ്പോൾ രണ്ട് മറുപടിയാകാം, ഇങ്ങനെ ചെയ്യണം അല്ലെ ചെയ്യണ്ട. ഇപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഉത്തരം യെസ് യു ഷുഡ്, നീ അങ്ങനെ ചെയ്യണം. അപ്പോൾ അവിടെ അത് വന്നതുകൊണ്ട് കറക്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ B ആണ്, യെസ് യു ഷുഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് കൂടുതലും ഇംഗ്ലീഷിൽ നിന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഭാഗത്തു നിന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡലിലുള്ള ക്വസ്റ്റ്യൻസാണിത്. ഇനിയും ഞാൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, IT ലിറ്ററസി, ഓൺട്രപ്രണർഷിപ്പ് ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഇടും. അപ്പം നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കുക. ഇനിയും വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കഴിയുമ്പോൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കൂടി വന്നാൽ ഒരു 4-5 വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ കൂടി എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.